ഇന്ന് ഞാൻ എവിടെയാണെന്നറിയാവോ? അബുദാബിയിലുള്ള ഷംഗ്രില മോൾ, അതായത് റബ്ദാൻ ഏരിയയിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈവനിങ് കാണാനായിട്ട്. അതിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ കാണുന്നത് വളരെ ബ്യൂട്ടിഫുള്ളി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഫസ്റ്റ് എൻട്രൻസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ട് പോകാനുണ്ട്. ഓക്കെ, അപ്പൊ ലെറ്റ്സ് കം. ട്രഡീഷണൽ വേയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ മോളിന്റെ എൻട്രൻസ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഫുള്ളി ട്രഡീഷണൽ ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ കാണാൻ. പ്രകൃതി രമണീയമായ ഈ സ്ഥലം നമ്മുടെ കേരളത്തിലെ തെങ്ങ് വരെ ഇവിടെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പകല് കാണാൻ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരിക്കും. രാത്രി ഇത്ര ഭംഗിയുണ്ടെങ്കിൽ പകൽ എന്തായിരിക്കും ഇതിന്റെ. ജസ്റ്റ് നോക്കി ഈ സ്വിമ്മിംഗ് പൂളും പിന്നെ ഇതിന്റെ ലൊക്കേഷനും ഒക്കെ സൂപ്പർ ഗംഭീരം. ഷംഗ്രില മോളിന്റെ ബാക്ക് സൈഡിൽ വരുമ്പോ കാണുന്ന ഒരു കാഴ്ചയാണ്. അതില് ഏറ്റവും ബാക്കിലോട്ട് വന്ന കുറച്ച് സൈഡിൽ കട്ടിങ്സ് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് കയറി കഴിയുമ്പം കുറച്ച് സ്റ്റെപ്സ്, ഒരു സ്വിമ്മിംഗ് പൂള്, പിന്നെ നമ്മുടെ ഒരു തെങ്ങ്, കുറെ തെങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷെ അടിപൊളിയാണ്. ഇത് മിസ് ചെയ്യരുത്. മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടാട്ടോ. കാരണം എന്താ വെച്ചാൽ അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു ഷംഗ്രില മോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഷംഗ്രില മോളിന്റെ ബാക്ക് സൈഡിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു തെങ്ങുണ്ട്, ഒരു ചെറിയ പൂള് ചെറിയ പൂളിൽ കൂടെ അത്യാവശ്യം ഒരു ചെറിയ ബോട്ടൊക്കെ സഞ്ചരിക്കുന്നതാണ്. രാത്രിയിൽ വളരെ മനോഹരമായിട്ട് ഒരു യാത്ര, ബോട്ടിലൂടെയുള്ള യാത്ര. ഹായ്, അപ്പം നമ്മൾ ബാക്ക് സൈഡിൽ വന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ്, നല്ല കൂൾ ക്ലൈമറ്റ്. ഈ മോളൊന്ന് എൻജോയ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. ഇവിടെ കൂടുതലായിട്ടും അറബിക്സ് ആണ്, ലോക്കലായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. പക്ഷെ ഇവിടുത്തെ ആ ഒരു ബ്യൂട്ടി അവർ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ടൈം കിട്ടുമ്പോൾ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിന്റെ തൊട്ടപ്പുറത്ത് ഷംഗ്രില ഹോട്ടൽസ് ഉണ്ട്. ഇവരുടെ ഒരു വലിയ ശൃംഖല തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ബാക്കി വിശേഷം ഓക്കെ.